കംബോഡിയയിലെ അങ്കോർ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് പുരാവസ്തു ഗവേഷകർക്ക് ബുദ്ധപ്രതിമയുടെ ഉടൽ കിട്ടി. ഈ കണ്ടെത്തലിന്റെ സന്തോഷത്തിലാണ് ഗവേഷകരും പുരാവസ്തു വിഭാഗവും. 1927 ഇതേ സ്ഥലത്തുനിന്ന് ഇതേ പ്രതിമയുടെ തല കുഴിച്ചെടുത്തിരുന്നു. ഇത്രയും വർഷങ്ങൾക്കിപ്പുറമാണ് ഈ പ്രതിമയുടെ ഉടൽ കിട്ടുന്നതെന്നതാണ് ഏറെ ശ്രദ്ധേയവും അത്ഭുതവും. അങ്കോറിന്റെ ബയോൺ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബയോൺ കലാശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയാണിത്. 12-13 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നിന്നുള്ള പ്രതിമയാണിതെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ഇപ്പോൾ കിട്ടിയ ഭാഗത്തിന് 1.16 മീറ്റർ ഉയരമാണുള്ളത്. ഇതേ പ്രതിമയുടെ മറ്റ് 29 ഭാഗങ്ങളും ഇതിനൊപ്പം ലഭിച്ചിട്ടുണ്ടെന്ന് ആർക്കിയോളജിസ്റ്റ് നെറ്റ് സൈമൺ പ്രതികരിച്ചു. ഗവേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ലഭിച്ചതെല്ലാം ചെറു കഷ്ണങ്ങളായിരുന്നെന്നും ഇത്രയും വലിപ്പമുള്ള ഒന്ന് കണ്ടെത്തിയെന്നത് വലിയ ആശ്ചര്യമാണെന്നും അവർ പറഞ്ഞു. മേലങ്കിയും മുണ്ടും ആഭരണങ്ങളും അണിഞ്ഞ നിലയിലാണ് ശില്പം കൊത്തിയെടുത്തിരിക്കുന്നത്. നെഞ്ചിൽ ഇടം കൈകൊണ്ട് ചേർത്തു പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. കംബോഡിയൻ കലയെ അസാധാരണമായി പ്രാതിനിധ്യം ചെയ്യുന്ന ഒന്നായാണിതിനെ ഗവേഷകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രതിമയുടെ തല ലഭിച്ച ഇടത്തുനിന്ന് 50 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോഴത്തെ ഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നത്. തലയും ഉടലും ഒരേ ശില്പത്തിന്റെ ഭാഗമാണെന്ന് ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് സ്കാൻ വഴിയാണ് സ്ഥിരീകരിച്ചത്. കംബോഡിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള വിദഗ്ധരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ മാസം അങ്കോറിലെ ടാപ്രോം ക്ഷേത്രത്തിൽ ഖനനം നടത്തിയത്. തലസ്ഥാനമായ നോം പെനിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ മ്യൂസിയത്തിലാണ് പ്രതിമയുടെ തലയുള്ളത്. പ്രദർശനത്തിനായി 2 ഭാഗവും കൂട്ടിച്ചേർത്തേക്കുമെന്നാണ് കരുതുന്നത്. ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അങ്കോർ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 9 മുതൽ 15 വരെ നൂറ്റാണ്ടുകൾ വരെയുള്ള വിവിധ കംബോഡിയൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു മേഖലയാണ് വിദഗ്ധർ അങ്കോർ സൈറ്റിനെ കണക്കാക്കുന്നത്. കംബോഡിയയിലെ ഏറ്റവും ജനപ്രീതിയുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അങ്കോർ. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024 10 ലക്ഷത്തോളം അന്താരാഷ്ട്ര സഞ്ചാരികളാണ് ഇവിടെ എത്തിയത്. 1972 ആന്റിക്വിറ്റ്സ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് നിയമമാണ് പുരാവസ്തു മേഖലയിൽ ബാധകമാകുന്നത്. 1976 ഏപ്രിൽ 5 മുതൽ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നാണയം, ശില്പം, പെയിന്റിംഗ്, ലിഖിതം അല്ലെങ്കിൽ മറ്റു കലാവസ്തുക്കൾ, കെട്ടിടത്തിൽ നിന്നോ ഗുഹയിൽ നിന്നോ അടർന്ന ഭാഗം, പഴയകാല ശാസ്ത്രം, കല, കരകൗശലം, സാഹിത്യം, മതം, ആചാരം, ധാർമ്മികത, രാഷ്ട്രീയം തുടങ്ങിയവ വ്യക്തമാക്കുന്ന വസ്തുക്കൾ, ചരിത്രപരമായ പ്രാധാന്യമുള്ള വസ്തുക്കൾ, കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്നവ, 75 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ശാസ്ത്രപരമോ ചരിത്രപരമോ സാഹിത്യപരമോ സൗന്ദര്യപരമോ ആയ മൂല്യമുള്ള കൈയെഴുത്തുപ്രതികളും മറ്റ് രേഖകളും എന്നിവ നിയമപ്രകാരമുള്ള പുരാവസ്തുക്കളിൽ ഉൾപ്പെടുന്നു. കാലപ്പഴക്ക വ്യവസ്ഥ ബാധകമല്ലാത്തപ്പോഴും കലാപരമോ സൗന്ദര്യപരമോ ആയ മൂല്യമുള്ള സൃഷ്ടികളെ ആർട്ട് ട്രഷർ എന്ന വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. അവയ്ക്ക് കയറ്റുമതി വ്യവസ്ഥകൾ ബാധകമാണ്. ഏതെങ്കിലും വസ്തു പുരാവസ്തു ഗണത്തിൽ പെടുമോ എന്നതിൽ തീരുമാനമെടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.